ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദമ്പതിമാരുടെ വിരക്തി, അത് പുണ്ണാകാം പുണ്യമാകാം. നമ്മുടെ പ്രത്യേക സാഹചര്യമാണ് അതിനെ ഒന്നുകിൽ പുണ്ണാക്കുന്നത് അല്ലെങ്കിൽ പുണ്യമാക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ദമ്പതിമാർക്കും വിരക്തി ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെയല്ല, വിരക്തി എന്ന് പറഞ്ഞാൽ നോ സെക്സ് എന്നുള്ളതല്ല. അത് ഈ സമർപ്പണ ജീവിതം നയിക്കുന്നവർ, അവിവാഹിതര്, അവർക്ക് ദൈവം പറഞ്ഞിരിക്കുന്നത് നോ സെക്സ്. പക്ഷേ ദമ്പതിമാരുടെ വിരക്തി എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം. അത് ലൈംഗിക സുഖാസ്വാദനത്തിലാണേലും ആത്മനിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. പങ്കാളിയെ മനസ്സിലാക്കി, കരുതി, സ്നേഹിച്ച് ആ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് അവർക്ക് സാധിക്കണം. അതില്ല എങ്കിൽ അത് പ്രശ്നമായിട്ട് മാറും. നമ്മൾ ശ്രദ്ധാപൂർവമല്ല, പങ്കാളിയുടെ അനുവാദത്തോടു കൂടിയല്ല ആ വിരക്തി അത് എടുക്കുന്നത് എങ്കിൽ അതൊരു പുണ്ണായിട്ട്, ഒരു രോഗമായിട്ട് മാറാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സുഭാഷിതങ്ങൾ 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം. സുഭാഷിതങ്ങൾ 12:4. അവിടെ വചനം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിൻ്റെ കിരീടമാകാൻ പറ്റും. അവൾ ഉത്തമ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ കിരീടമായിട്ട് മാറും. ഇനി ഉത്തമ ഭാര്യ അല്ലെങ്കിൽ അവൾ ഭർത്താവിൻ്റെ അസ്ഥിയിൽ അർബുദമായിട്ട് മാറാം, ബോൺ ക്യാൻസറായിട്ട് മാറാം. ഒരു ഭാര്യയ്ക്ക് കിരീടമായിട്ട് മാറാം, ഒരു ഭാര്യയ്ക്ക് വേണമെങ്കിൽ ബോൺ ക്യാൻസറായിട്ട് മാറാം. അത് നമ്മൾ ആ ജീവിതത്തെ, അതുപോലെ തന്നെ ലൈംഗികതയെ, വിരക്തിയെ, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ എടുക്കേണ്ടതുപോലെ എടുക്കുന്നില്ലെങ്കിൽ അത് പ്രശ്നമായി തീരാം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കുറേ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. ദമ്പതിമാർക്കും കുടുംബജീവിതം നയിക്കുന്നവർക്കൊക്കെ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി ഒരു ഭർത്താവ് ഭാര്യയുടെ അടുത്ത് നിന്ന് എപ്പം എങ്ങനെയാണ്, അപ്പോൾ ആ ചോദ്യം കേൾക്കുമ്പോൾ അവർക്കറിയാം. ദാമ്പത്യ ധർമ്മം പുലർത്തുന്ന ആ ഒരു കാര്യത്തിന് ഉടനെ പുള്ളിക്കാരത്തിയുടെ മറുപടി നോ. പുള്ളി പോയി വീണ്ടും വേണേൽ മറ്റൊരു അവസരത്തിൽ വന്ന് എങ്ങനെയാണ്, അതിനും പിന്നെ നോ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യ ഭർത്താവിനോട് പറഞ്ഞൊരു കാര്യം, നമുക്ക് 2 പിള്ളേരായില്ലേ, ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോവുകയാണോ ചെയ്യണ്ടേ, നമുക്ക് അവിടെ പിള്ളേരെ നോക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിരക്തി അവർ ഏറ്റെടുത്തിരിക്കുന്നത് ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടിയൊന്നുമല്ല, ഭർത്താവിനെ മാനിച്ചുകൊണ്ടോ മനസ്സിലാക്കിക്കൊണ്ടോ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ളതൊന്നും ഒരു പുണ്യമായിട്ട് ദൈവം കാണുന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. മറ്റൊരു സംഭവം, ഒരു ഭാര്യ ധ്യാനം കൂടി. ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഭക്തി, പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം, എനിക്ക് ഇതിലും വളരണമെന്നുണ്ട്, ഇതിനേക്കാൾ എനിക്ക് പ്രാർത്ഥനാ ജീവിതം പണിതുയർത്തണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവാണ് വിലങ്ങുതടി. ഇപ്പോഴും ഇങ്ങനെയുള്ള ലൈംഗിക ബന്ധത്തിനും അങ്ങനെയുള്ള സുഖാസ്വാദനത്തിനും ആ മനുഷ്യൻ എൻ്റെ പുറകെ വരുന്നത് കൊണ്ടും എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടുമാണ് എനിക്ക് ഈ പ്രാർത്ഥനയിൽ വേണ്ടതുപോലെ വളരാൻ പറ്റാതെ പോകുന്നത്. അതല്ലെങ്കിൽ ഇതിനേക്കാൾ ഞാൻ ആത്മീയമായിട്ട് പുരോഗമിക്കേണ്ടതായിരുന്നു എന്ന് അവർ സൂചിപ്പിച്ചത്. ഇതെല്ലാം അറിവില്ലായ്മയാണ്. ശരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ലൈംഗിക സുഖാസ്വാദനത്തെക്കുറിച്ചും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സെക്സ് വിതിൻ ദ മാരേജ്. വിവാഹം എന്ന കൂദാശയുടെ ഉള്ളിലെ ലൈംഗിക സുഖാസ്വാദനം ദൈവത്തിന് സന്തോഷമുളവാക്കുന്ന, ആനന്ദമുളവാക്കുന്ന കാര്യമാണ്. അത് പരിശുദ്ധമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 25 ആദ്യ വചനം എടുത്താൽ, സഹോദരന്മാർക്ക് തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർക്ക് തമ്മിലുള്ള സൗഹൃദം, ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. 3 കാര്യങ്ങൾ കർത്താവിൻ്റെ ഹൃദയത്തിന് ആനന്ദം പകരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം, ഇറ്റ് ഷുഡ് ബി സെക്സ് വിതിൻ ദ മാരേജ്. വിവാഹം എന്ന കൂദാശയ്ക്കകത്ത്. അറിയാലോ, കല്യാണത്തിന് മുമ്പുള്ള ലൈംഗിക സുഖാസ്വാദനം പ്രീ മാരിറ്റൽ സെക്സാണ്. കല്യാണം കഴിഞ്ഞവരാണേലും പങ്കാളിയോടൊത്തല്ലാത്തതെല്ലാം എക്സ്ട്രാ മാരിറ്റൽ സെക്സാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദനീയമല്ല. അനുവദിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതുപോലെ നമുക്കുണ്ടാകാവുന്നത് താൽക്കാലികമായൊരു സന്തോഷം, സുഖം തോന്നിയാലും അതിനേക്കാൾ നമുക്ക് അസമാധാനം, അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരാം. അതുകൊണ്ട് അവ ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദൈവികം, പരിശുദ്ധം എന്ന് പറയുന്ന ഈ കാര്യം ഇന്ന് പല രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്ന വ്യക്തികളുണ്ട്. ചിലരുടെ കാര്യത്തിൽ അത് അവർ മൃഗീയമാക്കി മാറ്റി. മനുഷ്യരതിനെ കാണുന്നതിനേക്കാൾ മൃഗീയമായിട്ട് അതിനെ കണ്ട് അതിലേക്ക് മുന്നേറുന്ന വ്യക്തികൾ, ഈ ബലാത്സംഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി മൃഗതുല്യമാകാതെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? അതുപോലെ മൃഗീയമാക്കുന്നവർ 2 പത്രോസ് 2:14 വായിച്ചാൽ, മൃഗങ്ങളെപ്പോലെ സഹജവാസനയാൽ നയിക്കപ്പെടുന്നവരാകാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടം, അവരുടെ മോഹം, അവർക്കിപ്പം ലൈംഗിക സുഖം വേണമെങ്കിൽ അത് കിട്ടിയിരിക്കണം.
ആ രീതിയിൽ സഹജവാസനയാൽ നയിക്കപ്പെടുന്ന മൃഗതുല്യം ജീവിക്കുന്ന വ്യക്തികൾ, അവരുടെ അന്ത്യവും ഏതാണ്ട് മൃഗങ്ങളെ പോലെ ആയിരിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കാൻ. വേറെ ചിലരെ കാണാൻ സാധിക്കും ഇത്രയും പരിശുദ്ധമായ കാര്യം വികൃതമാക്കുന്നവർ. അതിൻ്റെ തന്നെ ഭാഗമായിട്ട് സംഭവിക്കാവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ റോമാലേഖനം 1:21 മുതലൊന്ന് വായിച്ചാൽ കാണാൻ പറ്റും. അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വാഭാവിക ബന്ധങ്ങൾ വിട്ട് പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ സ്വവർഗഭോഗം, സ്വവർഗരതി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോലും പോകുന്ന അവസ്ഥകൾ. ലേവ്യർ 20:13 വചനം എടുത്താൽ, സ്ത്രീയോടുകൂടെ എന്ന പോലെ പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും വധിക്കപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20-ാം അധ്യായം 15-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളാണേലും വേണ്ടിയില്ല, അതിലൂടെ പോലും ലൈംഗിക സുഖാസ്വാദനത്തിലേക്ക് പോകുന്ന വ്യക്തികൾ. അങ്ങനെ സംഭവിച്ചാൽ ആ മനുഷ്യനെയും അതുപോലെ തന്നെ ആ മൃഗത്തെയും കൊന്നുകളയണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക. ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇത് ഈ ഭോഗാസക്തി കട്ടിയേറിയ ഒരു കറയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറാം. അതാണ് എസെക്കിയേൽ 24:13 വചനത്തിൽ നമ്മൾ കാണുക. പരിശുദ്ധമായിട്ട് കണ്ടാൽ അതിൻ്റേതായിട്ടുള്ള നന്മകൾ നമുക്കുണ്ടാകും, അശുദ്ധമാക്കിയാൽ അതിൻ്റേതായിട്ടുള്ള നഷ്ടങ്ങൾ നമുക്ക് വരും. വിവാഹിതരുടെ ബ്രഹ്മചര്യത്തെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, വിവാഹിതരുടെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം പാലിക്കുക, നോ സെക്സ് എന്നുള്ള അതല്ല, മറിച്ച് ലൈംഗിക സുഖാസ്വാദനത്തിൽ ആത്മനിയന്ത്രണം പാലിക്കാൻ ദമ്പതിമാർക്ക് സാധിക്കണം. ആരാണ് ഈ ആത്മനിയന്ത്രണം ഇല്ലാതെ പ്രവർത്തിക്കുന്നവര്? പങ്കാളിയെ കരുതാതിരിക്കുന്നവര്, പങ്കാളിയെ മനസ്സിലാക്കാതിരിക്കുന്നവര്, പങ്കാളിയുടെ സമ്മതം നോക്കാതെ അവരുമായിട്ട് അളവ് വിട്ട് പെരുമാറുന്നവർ, വേണമെങ്കിൽ ലൈംഗിക സുഖാസ്വാദനത്തിൽ പോലും അളവ് വിട്ട് പെരുമാറുന്നവർ. ഇങ്ങനെയുള്ളവർ മണവറ മലിനമാക്കുന്നവരാണ്, വിവാഹത്തെ മാന്യമായിട്ട് കരുതാത്തവരാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള നന്മകൾ വരും, വിവാഹ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതും കാണാൻ പറ്റും. നമുക്ക് ആ ബോധ്യത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.